ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ടൂട്ടി ഫ്രൂട്ടി കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കറിലാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി ഓവനില്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിൻ്റെ മേലിൽ അരിപ്പ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി അടുത്തതായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഈ ഒരു 2 മുട്ട കൊണ്ട് നമുക്ക് 20 കപ്പ് കേക്ക്സ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൈഗറിൻ്റെ പൈനാപ്പിൾ എസൻസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു 2 തുള്ളി ബട്ടർ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വെറും 2 തുള്ളി മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബേക്കറി സ്റ്റൈലിൽ കിട്ടും കേട്ടോ ഈ ഒരു കപ്പ് കേക്ക്സ്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇനി നമുക്കൊരു ബീറ്ററിൻ്റെ സഹായത്തോടെ ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടിട്ട് 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടണം കേട്ടോ. ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്കൊരു വിസ്കിൻ്റെ സഹായത്തോടെ അതല്ലെങ്കിൽ ഒരു ഫോർക്കിൻ്റെ സഹായത്തോടെ നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള മൈദ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ റൊട്ടേഷനിൽ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതെന്തിനാ മൈദ ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഇട്ടൂല, അതിങ്ങനെ താന്നു പോകും. അതുകൊണ്ട് ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തും എത്തും കേട്ടോ കേക്കിൻ്റെ. ഇനി ആദ്യം നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യുന്നത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കപ്പ് കേക്ക്സിൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓവൻ ഇല്ലാണ്ട് കുക്കറിൽ ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിൽ 3 കപ്പ് കേക്ക്സ് വെച്ചിട്ട് അതിൽ ബാറ്റർ വെച്ചിട്ട് മേലയിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓവനിലും ഓവൻ ഇല്ലാതെയും വെക്കുന്ന ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലാണ്ട് കുക്കറിൽ ഇതുപോലെ ഒരു റിങ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലിൽ ഈ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വിസിലിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതങ്ങ് മാറ്റുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഓവന് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെർഫെക്ഷനൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. മേൽഭാഗം തൊട്ട് നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓവന് ഉണ്ടാക്കുന്ന സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടിന് ഡിഫറെൻറ്റ് നിങ്ങൾ നോക്കാം. നമ്മൾ ഓവനിൽ ഉണ്ടാക്കുമ്പം മേൽഭാഗം നല്ലോണം ബേക്കാവും, ഇതിലാവുമ്പം അത്ര അങ്ങോട്ട് ബേക്കാവില്ല, സൈഡിലെല്ലാം ബ്രൗൺ കളർ ആകും. പക്ഷെ ഓവനിൽ ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, ഈ ഒരു ടീ ടൈം കേക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന്